മഞ്ജു, ആ കോഴിക്ക് ഇച്ചിരി അരിയിട്ട് കൊടുത്തേ. നേരെ ഉച്ചയാ, ഇനി അവൾ എഴുന്നേറ്റിട്ടില്ല. മാറ്റാൻ തറവാട്ടി പോണ്ട പെണ്ണാ. ഹരിയേട്ടാ, ആ കച്ചേരി ഒന്ന് നിർത്തോ. നേരം വൈകി. ശ്രീകുട്ടി ഇപ്പൊ വരും. ഇങ്ങനെ ഒരു ചെറുക്കൻ. മഞ്ജു, ഇവിടെ ക്രീം എവിടെ? എനിക്കറിയില്ല, അവിടെ എവിടെയെങ്കിലും കാണും. ഒരു സാധനം വെച്ചോർത്ത് കാണില്ല. ഹരിയേട്ടാ, മഞ്ജു എവിടെ? മഞ്ജുത്തുണ്ട്. ശ്രീകുട്ടി, വാ പോകാം. ഏട്ടാ വരണില്ലേ? ദാ വരണു. നമുക്കൊന്നും സന്തോഷമില്ലടോ. സന്തോഷം വന്നാലും ഞാൻ പാടും, സങ്കടം വന്നാലും ഞാൻ പാടും. ജീവിതം തന്നെ ഒരു സംഗീതമല്ലേ? എന്താ ശ്രീകുട്ടി, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അത് ശരിയല്ല. ജീവിതം സംഗീതമാണെങ്കിൽ സംഗീതം പഠിച്ചാ പോരെ? ആ, പിടിച്ചതിനൊക്കെ വലുതുള്ള മടയില്. ഞാൻ വെറുതെ പറഞ്ഞാടോ, അതിനെത്രയും പറഞ്ഞേ. നിന്റെ ഒരു സംഗീതം. നടക്ക് നടക്ക്.
ഉണ്ട്. സന്തോഷേട്ടാ നടക്ക്. സൈക്കിൾ എടുത്തല്ലേ നടക്കണേ. ആ ചെല്ല് ചെല്ല്, സ്ഥിരം പരിപാടിയല്ലേ. ഹരിയേട്ടാ വീഴല്ലേ, സൂക്ഷിച്ച്. ഞാനോ അതോ സൈക്കിളാ? രണ്ടും. എന്താ ഹരി വാടാ. ഞാൻ വരണില്ല, നീ തന്നെ കളിച്ചാ മതി. ഓ ഒരു പന്തും കുറെ മണ്ടന്മാരും. കഷ്ടം. ഹരിയേട്ടാ എന്താ ഒറ്റയ്ക്ക് സംസാരിക്കുന്നേ? ഒന്നുമില്ല. ഹരിയേട്ടൻ കളിക്കാറില്ലേ? ഉണ്ട്, കളിക്കാറുണ്ട്. ശ്രീകുട്ടി എവിടെ പോയതാ? ഡാൻസ് ക്ലാസ് കഴിഞ്ഞ് വരിക. ഓ അത് ശരി. ഹരിയേട്ടാ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ പോട്ടെ. മിണ്ടാത്തതെന്തേ കിളിപ്പെണ്ണേ നിന്നുള്ളിൽ തേനൊലിയോ തേങ്ങലോ സുമംഗലി നീ ഓർമ്മിക്കുമോ? നിന്റെ വിരഹഗാനം ഒന്ന് നിർത്തുവോ? ആയിക്കോട്ടെ. ഇത്ര മധുരിക്കുമോ പ്രേമം? ഇത് മതി. നീയൊന്നും മിണ്ടാതെ നിന്നേ. അവൾക്ക് നിന്നോട് പ്രേമം തന്നെടാ. അതല്ലടാ, ശ്രീകുട്ടിക്ക് എന്തോ എന്നോട് പറയാണ്ട്. അതിനു വേണ്ടിയിട്ടാണോ നീ എന്നെ കൊണ്ട് പ്രണയഗാനം മുഴുവൻ പഠിപ്പിച്ച്? ഒന്ന് പോടാപ്പാ. വാ പോവാ. ആ എന്നാ പോവാ. നാളെ ഞാൻ ലീവാ. ഹൈ, അതെന്താ ഈ കാശിക്ക് പോണ്ട? അത് ഞാൻ പറയില്ല. ആ ആ അത് ശരി. നിനക്ക് പിന്നെ അച്ചുകാശാരിയുടെ ആട്ടും തുപ്പൊന്നും കേൾക്കണ്ട. മോനെ, നാളെ തറവാട്ടമ്പലത്തിലെ പ്രതിഷ്ഠാദിനമാണ്. എല്ലാരും ചെല്ലണം നിർബന്ധ. ഞാൻ വരണ്ടില്ല, എനിക്ക് നാളെ തീർക്കേണ്ട അർജന്റ് പണികളുണ്ട്. മഞ്ജു ഉണ്ടല്ലോ, അമ്മയും മഞ്ജും കൂടെ പോയാൽ മതി. പിന്നെ എനിക്ക് പഠിക്കാൻ പോകണ്ടേ? ഹോ, ഈ വലിയ പഠിപ്പ് വരുത്തി. ഞാൻ ഏട്ടനെ പോലെ 7ാം ക്ലാസ്സും കുസ്തിയൊന്നുമല്ല. +2 ആ +2. ഓ തുടങ്ങി രണ്ടും. തിന്നെഴുന്നേറ്റ് പോടി. ആ ഏട്ടാ ഇന്ന് ശ്രീകുട്ടി എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഏയ്, എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. എടി മഞ്ജു. ആ ഇന്നലെ എന്തോ പറയണ്ടെന്ന് പറഞ്ഞിട്ട്. ഇന്നലെ പറയാഞ്ഞത് സന്തോഷമുള്ളോണ്ടാ. എന്നെ കളിയാക്കി കൊല്ലും. എന്നോടൊന്നും തോന്നരുത്. പറഞ്ഞോളൂ, ശ്രീകുട്ടിക്ക് എന്താ എന്നോട് പറയാനുള്ളേ? അതല്ല, ഹരിയേട്ടന് പണിത്തിരക്കല്ലേ, അതാ. പണിത്തിരക്കൊന്നുമില്ല എന്ന് കരുതി പണിക്ക് പോവാതിരിക്കാൻ പറ്റില്ലല്ലോ.
ശ്രീകുട്ടിക്ക് എന്താ എന്നോട് പറയാനുള്ളത്? ഹരിയേട്ടന് എന്നെ ഇഷ്ടാണോ? ഹരിയേട്ടൻ മഞ്ജു എവിടെ? അവർ രണ്ടാളും കൂടെ അമ്പലത്തിൽ പോയി. ഹരിയേട്ടൻ വരുന്നില്ലേ? ഞാനിതാ വരുന്നു. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ? എനിക്കൊരു രാധാകൃഷ്ണ വിഗ്രഹം ഉണ്ടാക്കി തരുമോ? ഹരിയേട്ടനൊന്നും പറഞ്ഞില്ല. ശരി, ഉണ്ടാക്കി തരാം. താങ്ക് യു ഹരിയേട്ടാ. ഹരിയേട്ട പോലെ ഞാൻ വരുന്നു. മുതലാളിയുടെ കാര്യം ഞാൻ പറഞ്ഞില്ലേ വേണ്ട. ഏതെന്റെ കൂടെ വെളുത്തിട്ടൊരു കിടാവ്. നീ ഒന്ന് പോന്നേ, അവരെന്തെങ്കിലും ആയിക്കോട്ടെ. ഞാൻ പോട്ടെ ഹരിയേട്ടാ. അവനൊന്നും മിരട്ടണം. ശരി. കുണ്ടം പോയ ഷട്ടിലും തപ്പണം മുതലാളി പറഞ്ഞിട്ടുണ്ട്. എന്തപ്പത് ഭയങ്കര നേരം ഒരാളെ കാണാണ്ടായിരുന്നു. നിനക്ക് ആരെ കാണാനാ? എന്താ എനിക്ക് കണ്ടാൻ പറ്റില്ലേ? ഈട്ടപ്പം നന്നായി. നല്ല അവിടെ പൂച്ചപ്പഴം ചക്കനാ. ൗര്യം കണ്ടില്ലേ? എന്നെ വെറുതെ വിട്ടേക്ക് ആശാനെ. ഹരിയേ, നേരം വിളിച്ചപ്പോ ഭയങ്കര ചൂടിലാണല്ലോ. എന്നും എല്ലാവരും ഒരേപോലെ ആവില്ല. അതെ, എനിക്ക് ഇത്തിരി തിരക്കുണ്ട്. അത് ശരിയാ ആശാനെ, അവൻ മുതലാളിയുടെ ആളാ. വീട് വിട്ട പണിസ്ഥലം, പിന്നെ സന്തോഷം. അതാണ് അവന്റെ ലോകം. വരുന്ന അടുത്തത് എല്ലാ ചെറുത്തന്മാരും നേരത്തിന് എത്തിയിട്ടുണ്ടല്ലോ. ഡാ വേഗം നോക്കിക്കോ, ആ വരവ് അത്ര ശരിയില്ലെന്ന് തോന്നണേ. ഹലോ, ഞാനാണ്. അത് ഞാൻ നോക്കട്ടെ, ഞാനത് ചെയ്തോളാം. ശരി ശരി ശരി, ഓക്കെ. അച്യുതാ, ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. കൈ അനങ്ങിയാലേ എല്ലാവരും വായ അനങ്ങുള്ളൂ. എൻ്റെ അച്യുതാ, നിങ്ങൾ എന്നെ കൂടെ കുത്തുവാളടിപ്പിക്കും. 2 ദിവസം പറഞ്ഞ് ഞാൻ തോറ്റു. നീയെങ്കിലും നന്നാവുമെന്ന് ഞാൻ വിചാരിച്ചു. നിന്നോടാ പറയണത്. നീ ഇവിടെ ഒന്നല്ലേ, നീ എന്താ ചെയ്യണേ? ഞാനൊരു ശില്പം ഉണ്ടാക്കാൻ തുടങ്ങാ. ശില്പോ? എന്തുട്ട് ശില്പം? ഒരു രാധാകൃഷ്ണ ശില്പം. രാധയോ? നിനക്കിത് എന്തുട്ടാ പറ്റിയേ? ആ സാറുണ്ടാക്കാൻ പറഞ്ഞത് പൂക്കളുടെ ഡിസൈനാ. അതൊന്നുമല്ല, ഇതെനിക്കൊരാൾക്ക് കൊടുക്കാനാ. ചേടാ, ഇവൻ എന്തോ പറ്റിയിട്ടുണ്ടല്ലോ. രാവിലെ തന്നെ ഞാൻ ഏതാണ്ട് പറഞ്ഞപ്പോൾ എന്നെ കടിച്ചു കിടണ വന്നെ. മുതലാളി സൂക്ഷിച്ചോട്ടാ, നമ്മൾ ഉദ്ദേശിച്ച ആളല്ല അവൻ. എന്തങ്ങോട്ട് വീണ് കിട്ടിയിട്ടുണ്ട്. അവന് ഭയങ്കര ധൈര്യം വന്നിട്ടുണ്ട്. എന്താ ഹരി, ഒരു കൃഷ്ണനും രാധയും വല്ല പെണ്ണിന്റെ വലയിലും കുടുങ്ങിയോ നീ? അയ്യോ, അതൊന്നും നമുക്ക് പറഞ്ഞിട്ടുള്ളതല്ല. മുതലാളിമാർക്ക് പറഞ്ഞിട്ടുള്ള കാര്യല്ലേ. ശരി ശരി, ആദ്യം എന്റെ പണി തീർക്ക്, എന്നിട്ടാവാം നിന്റെ പ്രേമം. നല്ല ഭംഗിയുള്ള ശില്പം. ഇത് തൊട്ടിട്ടുള്ള കളിയൊന്നും വേണ്ട, ഇങ്ങോട്ട് നീങ്ങി ഇന്ന് കണ്ടാ മതി. ഓ, തൊട്ടായി പലിഞ്ഞു പോവും. എന്തായാലും ഏട്ടൻ ഇതും കെട്ടിപ്പിടിച്ചോണ്ട് നടക്കാൻ പോണില്ല. ഞാനിതെടുക്കും. ദേ, ശ്രീകുട്ടിക്കുള്ളതാ. ശ്രീകുട്ടിക്കോ? അതിന് അവള് പോയല്ലോ. കൽക്കത്തക്കാ പോയത്. MBBS അവൾക്ക് അവിടെയാ സീറ്റ് കിട്ടിയത്. പോയോ?
പുഞ്ചിരിക്കിലുക്കം ഞാൻ കേട്ടതില്ല. നിന്റെ കാർക്കൂന്തലിൽ ഞാൻ തലോടിയില്ല. നിന്റെ മെയ് ഞാനിറുകെ പുണർന്നതില്ല. എങ്കിലും നീ എൻ്റെയല്ലേ, എൻ്റെ മാത്രമല്ലേ. നിന്റെ പുഞ്ചിരിക്കിലുക്കം ഞാൻ കേട്ടതില്ല. നിന്റെ കാർക്കൂന്തലിൽ ഞാൻ തലോടിയില്ല. നിന്റെ മെയ് ഞാനിറുകെ പുണർന്നതില്ല. എങ്കിലും നീ എൻ്റെയല്ലേ, എൻ്റെ മാത്രമല്ലേ. കാട്ടുവള്ളികളിഴ പിരിച്ച് മാലയിട്ടില്ല. ഞാൻ കൈ പിടിച്ചില്ല. കാട്ടുവള്ളികളിഴ പിരിച്ച് മാലയിട്ടില്ല. ഞാൻ കൈ പിടിച്ചില്ല. ആരോടും പറയാതെ ആരോടും മിണ്ടാതെ പോയി മറഞ്ഞില്ലേ പ്രിയ സഖി, പോയി മറഞ്ഞില്ലേ. അവള് പോയാൽ പോട്ടറ. നിനക്കറിയോ, നമ്മളെ സ്നേഹിക്കുന്നവരൊക്കെ നമ്മളെ വിട്ടു പോവുക, അത് മരണത്തിന് തുല്യ. പിന്നെ പെണ്ണിൻ്റെ മനസ്സ് അതൊരു തുറക്കാത്ത പുസ്തകമാണോ. ആ ഹരി, നിനക്കറിയാലോ, ഞാൻ എൻ്റെ ജീവനേക്കാളേറെ സ്നേഹിച്ചു എൻ്റെ ഭാര്യയെ. എന്നിട്ട് അവള് ഇടയ്ക്കിടയ്ക്ക് ലീവെടുത്ത് ഞാൻ എങ്ങടാ പോകണമെന്നറിയോ? എൻ്റെ പൊന്നുമോളൊരു നോക്ക് കാണാൻ ഒരു വട്ടം കാണിച്ചു തന്നാൽ എൻ്റെ കുട്ടീനവൾ കാണിച്ചു തന്നിട്ടില്ല ഇതുവരെ. സുഖമില്ലാണ്ട് കിടക്കുന്ന എൻ്റെ അമ്മേനെ മനസ്സുകൊണ്ട് പോലും നോക്കാതെ വരെ കഴിഞ്ഞിട്ടില്ല അവൾക്ക്. അത് ഞാൻ ക്ഷമിച്ചില്ലേ, സഹിച്ചില്ലേ. എന്നിട്ട് എൻ്റെ മാറത്ത് വാങ്ങിക്കിടക്കുന്ന എൻ്റെ മോളെ വലിച്ചെടുത്ത് അവൾ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്. അവള് പോയതിൻ്റെ ഒപ്പം എൻ്റെ അമ്മയും പോയി. ഇപ്പം ഞാൻ ഒറ്റയ്ക്ക്. ആരും മനസ്സിലാക്കില്ല. അമ്മയെ പോലെ തന്നെ അച്ഛനെന്ന വാക്കിലുണ്ട് സ്നേഹവും പരിചരണം അർത്ഥം. ആരും മനസ്സിലാക്കില്ല. നീ അവളെ മറന്നേക്കടാ ഹരി. സന്തോഷമാടാ, വരണോ? അയ്യോ, സന്തോഷ്
സന്തോഷേ. എവിടേക്കാ മോനെ? ഇന്നെങ്കിലും നീ പോയെന്ന് ഉറങ്ങ്. എത്ര ദിവസമായടാ അമ്മയൊന്ന് ഉറങ്ങിയിട്ട്. ഏട്ടാ 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 എണീക്കേട്ടാ. ദാ ഊണ് കഴിക്ക്. ഏട്ടാ ഊണ് കഴിക്കാൻ. എന്താ ഏട്ടാ ഈ കാണിക്കണേ? ഏട്ടനെന്താ ഇങ്ങനെ? ഞങ്ങൾ എത്ര കഷ്ടപ്പെട്ടിട്ടാ ഇതൊക്കെ ഉണ്ടാക്കണേന്നറിയോ? എന്നിട്ടും ഏട്ടനെന്താ ഇങ്ങനെ കാണിക്കണേ? ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഓം ക്രീം പ്രജന പ്രജന ഓം ക്രീം പുരസ് പുരസ് പ്രസ്തുര പ്രസ്തുര ഓര ഓര ജന ജന പ്രജന പ്രജന ഹരദൂപം ഭാഗത്തന ബന്ധന ബന്ധന ഭൂവൻ ഓം ക്രീം പ്രജന വാഗത് വാഗത് ഇല്ല ഒരെണ്ണം വാഗത് ഔ ഏയ് മഞ്ജു. ഹായ് ഹായ് ശ്രീകുട്ടി. വാ കേറ്.
ഇന്നെന്താ മോളെ ഇത്ര നേരത്തെ? ചെറിയൊരു തലവേദന, ഉച്ച കഴിഞ്ഞ് ലീവ് പറഞ്ഞു. അമ്മേ, ശ്രീകുട്ടി വന്നിട്ടുണ്ട്. വന്നോ? ശ്രീകുട്ടി വന്നോ? ആ, വന്നു. ഏട്ടനത് എങ്ങോട്ടാ? ശ്രീകുട്ടിയെ കാണണം. ഈ ശില്പം അവൾക്കുള്ളതാ. ഞാൻ അത് കൊടുത്തിട്ട് വരാം. നീ വരണ്ട? ഈ കോലത്തിലാണോ ഏട്ടാ പോകുന്നത്? അമ്മേ, നോർമലല്ലാട്ടാ. ഇപ്പം എല്ലായിടത്തും ബിരിയാണി ആണല്ലോ, അതുകൊണ്ട് ഇപ്രാവശ്യം നമുക്കും ബിരിയാണിയിലേക്ക് കിടക്കാം. ഇതാരത്? അല്ല, ആരെ കാര്യോ? ശ്രീകുട്ടി ഇല്ലേ ഇവിടെ? അകത്തുണ്ട്. നന്ദേട്ടാ, ഇതാണ് ഹരിയേട്ടൻ. എന്താ അത്? ഇത് നന്ദേട്ടനുള്ളതാ. 2 വർഷം മുമ്പ് ഉണ്ടാക്കാൻ പറഞ്ഞതാ, ഇപ്പോഴാ കിട്ടിയത്. വാവ്, സുഖമില്ലാത്ത കുട്ടിയാ.
സുഖമില്ലാത്ത കുട്ടിയാണ്. 2 വർഷം മുമ്പ് ഉണ്ടാക്കാൻ പറഞ്ഞതാ. മനസ്സ് ഇപ്പം ശാന്തമാണ്. തുറച്ചുനോട്ടങ്ങളില്ല, പരിഹാസഭാവങ്ങളില്ല, ബന്ധങ്ങളും ബന്ധനങ്ങളുമില്ല. ശരിയാണ്. പക്ഷേ നീ തെരഞ്ഞെടുത്ത വഴി യാഥാർത്ഥ്യത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണ്. ആർക്ക് വേണ്ടിയെന്നോ എന്തിനു വേണ്ടിയെന്നോ ഒന്നുമില്ലാത്ത ഈ ശൂന്യമായ അവസ്ഥയാണ് ഏറ്റവും ഭയാനകം.